2 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി കഴിഞ്ഞു. ഈ അല്ലാത്തടത്ത് ഈ അഭയാർത്ഥികളെ വീടൊഴിഞ്ഞു പോയ ആളുകളുടെ വീടാണ് കവർച്ച ചെയ്യുന്നത്. അതവിടെ ആ പ്രദേശങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വീടൊഴിഞ്ഞു പോയ പ്രദേശങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ കവർച്ച തടയാൻ വേണ്ടി. വെറും ഈ ജയിൽ പുള്ളികൾ മാത്രമല്ല, അല്ലാതെയും വലിയ തോതിൽ കവർച്ച നടന്ന അതിൻ്റെയും ധാരാളം ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഇവാക്വേഷൻ നടന്നിട്ടില്ലാത്ത മേഖലകളിൽ ദിവസങ്ങളായി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമേരിക്കൻ മൈറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു വശത്ത് അതിൻ്റെ ശക്തിയും അതിൻ്റെ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മറുവശത്ത് അമേരിക്കൻ മൈറ്റിൻ്റെയും അമേരിക്കൻ സമൂഹത്തിൻ്റെയും ദൗർബല്യങ്ങൾ കൂടെ കാണുന്ന ഒരു ഇതാണ് ഈ വാർത്ത. ഇനി അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നുന്നു മനുഷ്യൻ നമ്മൾ എത്ര തന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലും നമ്മളതിനെ മറികടക്കുമെന്ന് പറയുമ്പോഴും മനുഷ്യൻ്റെ ദൗർബല്യം, മനുഷ്യൻ്റെ ദുർബലത എത്രത്തോളമാണെന്ന് കാണിച്ചു തരുന്ന ഒരു സംഗതി.